കണ്ണൂര് പിന്നെ കണ്ണൂർ വളപട്ടണം തലശ്ശേരി വളപട്ടണം പാലത്തിൽ അന്ന് ഒറ്റ പാലേ ഉള്ളൂ. തീവണ്ടിക്ക് പോകാനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പോകാനും. ട്രെയിൻ വരുമ്പോ മറ്റൊക്കെ ഒഴിഞ്ഞു പോകണം. ഒരു സമയം ഇതങ്ങോട്ട് കയറി ശൈഖുനയുള്ള വാഹനം കാറ് അതാ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിന്. വാഹനത്തിൽ ശൈഖുനയുടെ കൂടെയുള്ള ആളുകൾ രംഗം കണ്ട് ഭയന്നുപോയി. ശൈഖുനയുടെ മുമ്പിലേക്ക് ശരീരം വെച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ. ഏതുപോലെ ഉഹദിൽ ശത്രുക്കൾ അമ്പ് ചെയ്തപ്പോൾ സഹാബാക്കൾ റസൂലുള്ളാഹി മറഞ്ഞു നിന്നതുപോലെ ശൈഖുനാക്കൊന്നും സംഭവിക്കരുതെന്ന് മനസ്സിലാക്കി. പക്ഷെ ശൈഖുന പറഞ്ഞു ഭയപ്പെടേണ്ട. തീവണ്ടിയിലേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു അവിടെ നിൽക്കൂ. തീവണ്ടി അവിടെ നിന്നല്ലോ. ആ ഡ്രൈവർ ഇറങ്ങി വന്ന കാറിൽ വന്നിട്ട് ഇതിലൊരു ദൈവിക പുരുഷനുണ്ട് എന്നാണ്. അത് തീവണ്ടി എന്നല്ല, ഉലകം നിൽക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥ എഴുതണമെങ്കിൽ നമ്മൾ കൂടുതൽ ഇതിന്റെ ചർച്ചയിലേക്കൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ വ്യവസ്ഥ എഴുതാനാണ് വന്നത്, വ്യവസ്ഥയിലേക്കാണ് വന്നത്. വ്യവസ്ഥ, ഈ പരിപാടി എങ്ങനെ നടക്കണം എന്ന് വ്യവസ്ഥ എഴുതാൻ. ആ വ്യവസ്ഥ എഴുതണമെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ട ഒരു സംഗതി ഉണ്ട്. ഇവിടുത്തെ ആളുകളോട് ആവശ്യപ്പെട്ടത് ഇത് എഴുതാൻ നമുക്കൊന്ന് ഇരിക്കണം, ഒന്ന് ഇരുന്നിട്ട് ഒരു ദിവസം ഇരുന്നിട്ട് നമ്മൾ ഇതൊന്ന് ചർച്ച ചെയ്ത് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ആ ഇരുത്തം ഇവിടെ നടന്നില്ല. അപ്പൊ ഞങ്ങൾ നടക്കാത്തതുകൊണ്ട് ആ ഇരുത്തത്തിലെ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം ഇവിടെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യം ഈ വിഷയത്തിൽ ഈ സംവാദം നടത്തണമെങ്കിൽ ഒരു ജമിയത്തുൽ ഉലമന്റെ ലെറ്റർ, പിന്നെ ആർക്കാ തരേണ്ടതെന്ന് പറഞ്ഞു. ഇതേമാതിരി തരേണ്ടത് ജമിയത്തുൽ ഉലമന്റെ മാതിരി വിശ്വത്തിനും പണ്ഡിത സഭ ഉണ്ട്. ആ പണ്ഡിത സഭക്കാണ് ലെറ്റർ തരേണ്ടത്. അത് ജമിയത്തുൽ ഉലമ അങ്ങോട്ട് ലെറ്റർ തന്നിട്ട് വേണം സംവാദം വ്യവസ്ഥ നടക്കാൻ അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മ വന്നതിനാ ഇപ്പൊ അതിന്റെ വ്യവസ്ഥ പറയാൻ. ആ വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥയാണിത്. അപ്പൊ വ്യവസ്ഥ ചെയ്താൽ വേറൊരു വ്യവസ്ഥ അല്ല. ഇനി നമുക്ക് സംസാരിക്കാം. എത്ര നേരം സംസാരിച്ചല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നത് ജബ്ബാർ മൗലവിയുടെ ഇസ്ലാം മാസിക 2007 ഏപ്രിൽ മാസത്തിൽ ഇത് ഇസ്ലാം മാസികയിൽ ശിർക്കില്ല എന്നാണല്ലോ പറയുന്നത്. ഇസ്ലാം മാസികയില് എഴുതിയതിൽ ശിർക്കില്ല എന്നാണല്ലോ നിങ്ങളെ വാദം. ആ ഇത് ഞാൻ വായിച്ചുതരാം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ അത് വായിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ നിങ്ങൾ പറയുമ്പോ നമ്മൾ എതിർത്തില്ല. നിങ്ങൾ പറയുന്നത് എന്താ? ജസ്റ്റ് ഒന്ന് കേൾക്ക്, നമ്മ പറഞ്ഞ് കേൾക്ക്. അല്ല അത് വേണം അല്ല അതെന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളിരുന്നോ. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ശിർക്കില്ലെന്ന് പറഞ്ഞ ജബ്ബാർ മൗലവിയുടെ 2007 ഏപ്രിൽ മാസത്തിൽ എഴുതിയ വരിയിൽ ഒരു മനുഷ്യൻ ഇരുട്ടത്ത് തപ്പിത്തറയുമ്പോ ജിന്ന് ഒരു ശബ്ദം കേട്ടു, അത് ജിന്നാണെന്ന് കരുതിയിട്ട് അയാള് എന്ത് ചെയ്യുന്ന സഹായം തേടിയാൽ ശിർക്കാവൂല എന്നാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്. അതാണ് ഞങ്ങൾ പറയുന്നത്. അത് ശിർക്കാകും. ഇതാണ് വാദം. ഈ വാദത്തിൽ നിങ്ങൾ സംബന്ധിക്കാരോ അതൊക്കെ സംവാദത്തിലാണ് പറയേണ്ടത്. അതിന് നമുക്ക് വാദസംവാദത്തിലല്ല, വാദം വ്യവസ്ഥയിൽ പറയണം. നിങ്ങളെ വാദം എന്താ? വാദം വ്യവസ്ഥയിൽ പറയണം. വാദം വ്യവസ്ഥയിൽ പറയണം. ഇല്ലാതെ എങ്ങനെ സംവദിക്കാം? അല്ലെങ്കിൽ ഓലിരിക്കട്ടെ അതൊക്കെ നിങ്ങളുടെ പ്രാദേശിക പ്രശ്നം. അല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഒരു വാദം എഴുതണ്ടേ? നിങ്ങളേറ്റല്ലോ ആ വാദമാണ് നമ്മൾ പറയുന്നത്. സംവാദത്തിന് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളിപ്പോ ഞങ്ങളെ വാദം വായിച്ചല്ലോ. നിങ്ങൾ സൂപ്പർത്തെ കേന്ദ്രമേരി ഇരിക്കട്ടെ, അല്ലെങ്കിൽ സംവാദത്തിന് ആ ഇരിപ്പൊക്കെ നിങ്ങൾക്ക് പിന്നെ ആലോചിച്ച് ചെയ്തോ. ഇപ്പൊ നമ്മൾ ഇരുന്നത് വിസ്റ്റവും കേന്ദ്രവും സൂപ്പർ ബസാറിലെ വിസ്റ്റം യൂണിറ്റും സൂപ്പർ ബസാറിലെ കേന്ദ്രം യൂണിറ്റും തമ്മിൽ കത്ത് കൊടുത്ത് പരസ്പരം ഒഫീഷ്യലായി നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് സംവാദ വ്യവസ്ഥ ഇതാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആരും ഒഫീഷ്യലായിട്ട് ഈ ചർച്ച ചെയ്ത ആൾക്കാരൊന്നും അപ്പൊ നിങ്ങൾ നിങ്ങളെ ലെറ്റർ ഒഫീഷ്യൽ അല്ല. അതിന്റെ ആളോടെ ഇവിടുത്തെ ആൾക്കാരെവിടെ? ഇവിടുത്തെ ആൾക്കാർ അയാൾ കളവ് പറഞ്ഞാൽ ഇവിടെ മാലോകരം ഈ വിഷയത്തിൽ കളവ് പ്രചരിപ്പിക്കാൻ അയാൾ കളവ് പറഞ്ഞു ഇതിക്ക് വന്നിട്ട് കാര്യമുണ്ട്. ഇതിക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. കളവ് പറഞ്ഞു മയമാലിയൊക്കെ ഉണ്ടല്ലോ സത്യസന്ധനായി. അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി, നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അവിടെ മലക്കുമില്ല, ജിന്നുമില്ല, അമ്പിയാക്കളുമില്ല, ഔലിയാക്കളുമില്ല, ആരുമില്ല, അള്ളാഹു മാത്രം. അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത്. ജിന്നിനോടുള്ള സഹായതയുടെ ശിർക്കാണ്, ശിർക്കല്ലേ യഥാർത്ഥത്തിൽ? ഒരു സംശയമില്ല.
ശിർക്കാണ്. യാതൊരു സംശയവും ശിർക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് ഇവര് ആരോപിക്കുന്ന ആളുകൾ എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. ഇതെന്നാ നമ്മുടെ 10 പണ്ഡിതന്മാർ 2001 ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കെ.എം. മൗലവിന്റെ അതേ ആദർശത്തിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത്. 2011 ജൂൺ 21 10 പണ്ഡിതന്മാർ. ആരൊക്കെയാണ്? സി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, എം അബ്ദുറഹിമാൻ സലഫി, കെ സക്കരിയ സലാഹി, അബൂബക്കർ സലഫി, അനീഫ് കായക്കൊടി, ഷമീർ മദീനി, ഷംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇവര് 10 ആൾ ഒപ്പിട്ട് നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം. ഇത് 5/10/2011 എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിലിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹിമാൻ സലഫി പറഞ്ഞു, ജംഇയ്യത്തിന്റെ തീരുമാനത്തിന് ഒരു ഹർഫ് പോലും ഇതിനെതിരില്ല. KJ-ന്റെ പണ്ഡിതന്മാരെ വേദിയിലിരുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി നമുക്ക് വായിക്കാം. പ്രദേശത്തോ സ്വജനപ്രദേശത്തോ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ഈ കാര്യത്തിൽ തർക്കമില്ല. കേരള ഹിദ്മത്തുൽ മുജാഹിദീൻ അതിന്റെ പണ്ഡിത സംഘം കൃത്യമായി കൂടുകയും എന്നിട്ട് അത് ശിർക്കാകുന്നു എന്ന് പറയുകയും ആ കാര്യം സമൂഹത്തെ അറിയിക്കുകയും ഇബ്നു ബാസിന്റെ ഫത്വയടക്കം ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഞങ്ങളതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വിളിച്ചു കയറിയാൽ ഉത്തരം കിട്ടൂല, കാരണം ജിന്നുകൾക്ക് അതിന് കഴിവ് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അള്ളാഹ് എന്നെ കൽപ്പിച്ചു, അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാണ്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല. അത് സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. സത്യനിഷേധികൾക്ക് ശൈത്താന്മാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായത്തിന് കിട്ടുമെന്ന് ഖുർആനിലും ഹദീസിലും അവിടെ പറഞ്ഞിട്ടില്ല. വിശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ടെ ജിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല, സഹായതട്ടം പാടില്ല. പ്രാർത്ഥനയുള്ള സഹായം തേട്ടം പാടില്ല, പ്രാർത്ഥനയില്ലാത്ത സഹായം തേട്ടം പാടില്ല. ഭൗതികമായതും പാടില്ല, അഭൗതികമായതും പാടില്ല. അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല. സ്വരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ, മുഹ്യദ്ദീൻ സൈക്കെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശം. സലഫി പ്രസ്ഥാനം വെച്ചു പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജിന്നിനോട് തേടുന്നവരും മലക്കിനോട് പ്രാർത്ഥിക്കുന്നവരൊന്നുമില്ല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണി എന്ന കേരള ജംഇയ്യത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണി എന്ന കേരള ജംഇയ്യത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല. ആ ജാതി ചളിക്ക് കൈയിടാൻ എന്റെ കുട്ടികൾ പോണ്ട. ഇദ്ദേഹം വായിച്ച ഇബാറത്തിൽ 34 മുടി എന്നാ പറയുന്നത്. അതിൽ ശരിക്കുള്ളത് സലാസും 43. അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞോടത്ത് പേച്ചിട്ടുണ്ട് തിരുത്തിക്കാളി. അപ്പൊ ഉപരെന്താ എന്നോട് പറഞ്ഞറിയോ, അവിടെ കെടുക്കട്ടെ അതാ വരുമ്പോ നോക്കാം. ഇപ്പോഴും തിരുത്തിയിട്ടില്ലത്. പിന്നെ ഓരോരുത്തരെ വന്ന് മൂപ്പരെങ്ങനെ എണ്ണം പഠിപ്പിച്ചു, വാഹിദ് ഇസ്നാനി ഇത് പഠിപ്പിച്ചപ്പോ പേപ്പട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. അത് കിബറ് കൊണ്ട് തിരുത്താതിരുന്നതാ. ആ അബദ്ധം ഇപ്പോഴും CD-യിലതാ കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞിരുന്നു 34 മുടി ഉസ്തുന്തിരിയയിൽ ഉണ്ട്. അവിടെയുള്ള മുടി 34 ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം ആദ്യം 35 എന്ന് പറഞ്ഞു, പിന്നെ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43. പണ്ട് ഇവർ ആഘോഷിച്ചല്ലോ, ഇത് പേരോട് ഉസ്താദ് 43 എന്ന് പറയേണ്ടിടത്ത് 34 എന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു പിഴവാണ്. അത് പിന്നെ ഉസ്താദ് തന്നെ തിരുത്തുകയും ചെയ്തു. അതിൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമില്ല. നുണ പറയുമ്പോ രണ്ടാവും. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയുമ്പോ ഓർക്കണം. അവിടെ കെടുക്കട്ടെ അതാ വരുമ്പോ നോക്കാം. ഇപ്പോഴും തിരുത്തിയിട്ടില്ലത്. പിന്നെ ഓരോ വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം ആദ്യം 35 എന്ന് പറഞ്ഞു, പിന്നെ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43. കെടുക്കട്ടെ അതാ വരുമ്പോ നോക്കാം. ഇപ്പോഴും തിരുത്തിയിട്ടില്ലത്. പിന്നെ
ഒരു പിഴവാണ്. അത് പിന്നെ ഉസ്താദ് തന്നെ തിരുത്തുകയും ചെയ്തു. അതിൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമില്ല. ഇപ്പോഴും നിർത്തിയിട്ടില്ലത്. അത് പിന്നെ ഉസ്താദ് തന്നെ തിരുത്തുകയും ചെയ്തു. അതിൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമില്ല. പച്ചക്കളവല്ലേ അത്? കള്ളത്തരം ആര് പറഞ്ഞാലും കള്ളത്തരാണ്. വലിയ ആളാണ് ചെറിയ ആളാണെന്തോ കളവിന് അങ്ങനെയല്ലല്ലോ.